മലമുകളിൽ ഉണ്ടായിരുന്ന ഒരു പാറ പിളർന്ന് അതിനകത്ത് നിന്ന് വ്യത്യസ്തനായ ഒരു കുഞ്ഞുകുരങ്ങൻ പുറത്തു വരുന്നു. ഇവനാണ് ട്രബിൾ. അതിനകത്ത് നിന്ന് പുറത്തു വന്നതും അവന്റെ കണ്ണിൽ നിന്ന് ലേസർ ലൈറ്റ് വരുന്നു. അത് നേരെ സ്വർഗത്തിലിരിക്കുകയായിരുന്ന ഒരു ദൈവത്തിന്റെ അടുത്തെത്തുന്നു. അത് കണ്ട് പേടിച്ച് അദ്ദേഹത്തിന്റെ പൂച്ച അവിടെ നിന്ന് താഴേക്ക് വീഴുന്നു. അവിടെ വന്ന ബുദ്ധൻ അദ്ദേഹത്തോട് ആ കുരങ്ങൻ ഒരു ദൗത്യം പൂർത്തിയാക്കാനുണ്ട്, അത് അവൻ തന്നെ കണ്ടെത്തട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം മലയിൽ നിന്ന് താഴേക്ക് വന്ന ട്രബിൾ മറ്റു കുരങ്ങന്മാർക്കൊപ്പം കൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതവനെ ഓടിച്ചു വിടുന്നു. അവന്റെ രൂപം കണ്ട് ആരും അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു ദിവസം അവിടേക്ക് ഒരു ഡീമൻ വന്ന് ഒരു കുഞ്ഞു കുരങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നു. ട്രബിൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് മറ്റു കുരങ്ങന്മാർ അവനെ ഓടിച്ചു വിടുന്നു. അവൻ വളരെയധികം വിഷമത്തോടെ വീണ്ടും മലയുടെ മുകളിലേക്ക് വരുന്നു. ആ ഡീമനെ നശിപ്പിക്കുന്നതിനായി അവൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. കുറെ വർഷങ്ങൾ അവൻ അതിനായി പരിശ്രമിക്കുന്നു. ഇപ്പോൾ അവൻ വളർന്നിരിക്കുന്നു. ഒരു ദിവസം അവൻ മലമുകളിലിരിക്കുമ്പോൾ വീണ്ടും ആ ഡീമൻ വരുന്നത് കാണുന്നു. അവൻ താൻ പ്രാക്ടീസ് ചെയ്തതുപോലെ ആ ഡീമനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവൻ അതിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് മറ്റൊരു കുഞ്ഞു കുരങ്ങനെയും പിടിച്ചുകൊണ്ടു പോകുന്നു. കടലിനടിയിലുള്ള ഡ്രാഗൺ ഗോഡിന്റെ സ്റ്റിക്ക് വെച്ച് മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയവൻ വേഗം തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ കടലിലേക്ക് ചാടുന്നു. അവൻ ആ സ്റ്റിക്കിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അത് അവനേക്കാൾ വളരെയധികം വലുതാണ്. ആ സ്റ്റിക്ക് അവന് വേണ്ടി 5000 വർഷങ്ങളായി കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അവൻ ആ സ്റ്റിക്കിൽ തൊട്ട് അടുത്ത നിമിഷം തന്നെ അത് അവന്റെ സൈസിലേക്കാവുന്നു. അവൻ ആ സ്റ്റിക്കുമായി കുഞ്ഞു കുരങ്ങനെ രക്ഷിക്കാൻ ഡീമന്റെ ഗുഹയിലേക്ക് വരുന്നു. ആ സ്റ്റിക്ക് വെച്ച് ഡീമനെ അടിച്ചു തോൽപ്പിച്ചവൻ കുഞ്ഞു കുരങ്ങനെ രക്ഷിക്കുന്നു. അതോടെ മറ്റു കുരങ്ങന്മാർ അവനെ അംഗീകരിക്കുന്നു.